പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ്റെ ആത്മഹത്യയിൽ KSUവിൻ്റെ പ്രതിഷേധമാണ്. സ്കൂളിലെ അധ്യാപികയുടെ മാനസിക പീഡനം മൂലമാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അവിടെ കൂടി നിൽപ്പുണ്ട്. എന്താണ് അവർ പറയുന്നത് എന്നുകൂടി നമുക്ക് കേൾക്കണം. അവിടെ കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ്, KSUവിൻ്റെ പ്രതിഷേധമാണെന്ന് അറിയുന്നു. ഇക്ബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വലിയ പ്രതിഷേധമാണല്ലോ, എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? +2 വിദ്യാർത്ഥികളാണോ പ്രതിഷേധിക്കുന്നത്? അരുൺകുമാർ, ഇപ്പോൾ പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അർജുൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്യുന്നത്. സ്കൂളിലെ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണ് അർജുൻ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട്, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അർജുൻ്റെ കുടുംബം ഇന്ന് പോലീസിൽ പരാതിയും നൽകുന്നുണ്ട്. ഏതായാലും അർജുൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇപ്പോൾ നടുമുറ്റത്തേക്ക് ഇറങ്ങി We want justice എന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്രതിഷേധത്തിന് ആവശ്യം എന്താണ്? നീതി വേണം. അവൻ മരിക്കാൻ കാര്യം നീതി ഇല്ലാണ്ട് മരിച്ചിരിക്കണം. ഞങ്ങൾക്ക് ഇനി മുതൽ ഇവിടെ കണ്ണാടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നീതി ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് ഇവിടുത്തെ കണ്ണാടി സ്കൂൾ ഇനി പഠിക്കുന്നുണ്ട്. ഞങ്ങൾ 10ാം ക്ലാസ്സാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞു പോയാലും ഇനിയുള്ള വിദ്യാർത്ഥികൾ വരുന്നെങ്കിൽ അവർക്ക് നീതി കിട്ടിയിരിക്കണം. ഒരു ഫോണിൽ ഇൻസ്റ്റ കയറ്റി പറഞ്ഞാൽ അവൻ്റെ അക്കൗണ്ട് എടുത്ത് ഇവർ അതിനടുത്ത് പലിശ അടിച്ചിട്ടില്ല. അവനെ ക്രൂരമായിട്ട് തന്നെ കൊന്നിരിക്കുന്നത്. അവന്റെ മരണത്തിന് കാരണം നീതി വേണം. അവൻ മരിച്ചതല്ല, അവനെ കൊന്ന തന്നെയാണ്. അധ്യാപകർക്കെതിരെ കൊന്ന തന്നെയാണ്. അവനെ കൊന്നതാണ്. മറ്റുള്ള കുട്ടീനെ മെസ്സേജ് അയച്ചു എന്ന പേരിൽ അവന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് അവനെ മാനസികമായി ടീച്ചർമാരെല്ലാവരും കൂടി കുറ്റത്തിന് ടീച്ചർമാർക്ക് വേണ്ടി കേസ് എടുക്കണം. പലപ്പോഴും അവനെ തല്ലിയിട്ടുമുണ്ട്, അവന്റെ കൈ മുറിഞ്ഞിട്ടുമുണ്ട്, അയാളെ കണ്ടിട്ടുമുണ്ട്. എക്സാം ടൈമിലാണ് അവന്റെ കൈന്റെ ഇവിടെ നല്ല രീതിക്ക് തല്ലിയിട്ട് അവന്റെ കൈയൊക്കെ നല്ല പഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടീച്ചർ രാജിവെച്ച് പുറത്തു പോകണം. കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കൾ അവനേക്കാൾ ഒരു വയസ്സ് താഴെ അനിയനെ പോലെയാണ് അവനെ ഞങ്ങൾ നോക്കുന്നത്. ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ സാഹചര്യമുള്ളപ്പോൾ ഞങ്ങൾ മരിപ്പ് കാണാൻ പോയി. അവന്റെ വീട്ടുകാർ പോലെ അത്ര വിഷമിച്ചിട്ടാണ് ഇരുന്നുണ്ടായത്. ഈ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് നല്ല കർഷക നടപടി വേണം. ഇപ്പോൾ ഈ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ നടുമുറ്റത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തുകയാണ്. ഏതെങ്കിലും സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരാണോ അതല്ല പൊതുവായ വിദ്യാർത്ഥികളാണോ? അരുൺകുമാർ, ഇപ്പോൾ നിലവിൽ സംഘടനകളുടെ ഒരു പിൻബലത്തിലല്ല, സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ പ്രതിഷേധത്തിന് വേണ്ടി നിങ്ങളുടെ ആവശ്യം നീതി തന്നെ വേണ്ടത്. ആ ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. അതുവരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ടീച്ചറുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് കരുതുന്നുണ്ട്. ടീച്ചർ തന്നെയാണ് തെറ്റുകാര്. അവ ഒന്നും ചെയ്തിട്ടില്ല. അവന് വെറുതെ കിടന്ന് ചീത്ത പറയായിരുന്നു. അപ്പോൾ ഒരു തെറ്റും ചെയ്തില്ല. ഈ ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് പുറത്ത് പോകണവരെ ഞങ്ങൾ ഇതിന് പ്രതിഷേധിക്കും. അർജുന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ല, അവന്റെ ചേച്ചിമാരാണ്, സീനിയേഴ്സാണ്. നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സംഘടന ഒന്നുമല്ല, നിങ്ങളെല്ലാ വിദ്യാർത്ഥി സംഘടനയാണ്. ഇവിടെയുള്ള എല്ലാ ക്ലാസ്സുകാരും ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ടീച്ചർ ഡിസ്മിസിൽ കൊടുക്കാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്നില്ല. മറ്റു ടീച്ചർമാരോട് സംസാരിച്ചിരുന്നു. അവർ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നല്ലാണ്ട് അവർ വേറൊന്നും പറയുന്നു. ഇതാണ് ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ ഈ നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അവരെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ഈ സ്കൂളിലെ ഈ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി തുടരുകയാണ്.